പാപികളാമിവരഭയം തേടുന്നെങ്കിൽ കാരുണ്യത്തിൻ സ്പർശനമേകണേ. പാപികളാമിവരഭയം തേടുന്നെങ്കിൽ കാരുണ്യത്തിൻ സ്പർശനമേ. ജീവജലത്തിൻ മധുരം നുകരാം ഞങ്ങൾ, സ്നേഹവിരുന്നിൻ വേദിയിലിന്നിതാ. ജീവജലത്തിൻ മധുരം നുകരാം ഞങ്ങൾ, സ്നേഹവിരുന്നിൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ. ഈശോയിലും പരിശുദ്ധ അമ്മയിലും വിശുദ്ധ പിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, ആണ്ടുവട്ടത്തിലെ 22ാമത്തെ ഞായറാഴ്ച, ഈ സുന്ദരമായ ഞായറാഴ്ചയിലെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ആത്മാർത്ഥമായി നേരുന്നു. ഇന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, എനിക്ക് ജെറുസലേമിലേക്ക് പോകണം. അവിടെ വെച്ച് മനുഷ്യപുത്രൻ നിയമസ്ഥര്, ഫരിസേയര്, പ്രധാന പുരോഹിതന്മാർ എല്ലാവരാലും വിധിക്കപ്പെടുകയും പീഡനങ്ങളേൽക്കുകയും അതോടൊപ്പം തന്നെ കുരിശുമരണവും ഉദ്ധാനവും രഹസ്യങ്ങളും ഒക്കെ പറയുന്നു. കർത്താവ് തൻ്റെ പീഡകളെക്കുറിച്ച് ഇങ്ങനെ ശിഷ്യന്മാരോട് പറയുമ്പോൾ പത്രോസ് ശ്ലീഹ ചാടി മുമ്പിലേക്ക് വന്ന് പറയും, കർത്താവേ കനിയണമേ, ഇതൊന്നും അങ്ങേക്ക് സംഭവിക്കാതിരിക്കട്ടെ. പീഡകളൊന്നും വേണ്ട, സന്തോഷങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ മാത്രം മതി. ഈശോ പത്രോസ് ശ്ലീഹായെ സ്നേഹത്തോടുകൂടെ യേശു പറയുന്നു, സാത്താനെ പുറകിലേക്ക് പോയെന്ന് പറഞ്ഞു. കാരണം സഹനങ്ങളാണ്, വേദനകളാണ്, ദുഃഖങ്ങളാണ് ജീവിതത്തിൽ മഹത്വം നൽകുന്നത്. ആ തടസ്സമായി നിൽക്കാൻ ആരാണെങ്കിലും അവരെ പുറകിലേക്ക് മാറ്റും. അവർ പുറകിലൂടെ വീണ്ടും ഈശോയെ അനുഗമിക്കുവാൻ പത്രോസ് ശ്ലീഹ കാണിച്ചു അനുധാവനം ആജ്ഞാപിക്കാം. തീർച്ചയായും നമ്മൾ
എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങൾ വരട്ടെ, ബുദ്ധിമുട്ടുകൾ എല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. കാരണം ഈശോ വലിയ കുരിശും അപമാനങ്ങളും സഹനങ്ങളും ദുഃഖങ്ങളും ഒക്കെ സഹിച്ചത് എല്ലാവരും നന്മയ്ക്ക് വേണ്ടി. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഈ പരിശുദ്ധമായ വലിയ പങ്കു ചേരുമ്പോൾ നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് എന്ത് സഹനം വന്നാലും കുടുംബത്തിൽ പ്രശ്നമുണ്ടാകാം. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾ, മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നതിന് വലിയ സ്നേഹം, മാതാപിതാക്കളെ സ്നേഹിക്കാത്ത മക്കൾ അല്ലെങ്കിൽ മക്കളെ സ്നേഹിക്കാത്ത ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇവയെല്ലാം സ്നേഹത്തിലേക്ക് വരാൻ എന്തെല്ലാം ത്യാഗം വേണം. ആ ഒരു ത്യാഗത്തിലേക്ക് കർത്താവെ ഞങ്ങൾ അടുപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധമായ ബലിനാം അർപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കാം. നമ്മുടെ ഇടവക മുഴുവനെയും ഓരോ മക്കളെയും പ്രത്യേകം ഇന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ജന്മദിനം ആഘോഷിക്കുന്ന അറിയാൻ പ്രാർത്ഥന ആവശ്യപ്പെട്ട ഏലിയാസ്, എലീച്ച, അതുപോലെ തന്നെ ജേക്കബ് മാഷ കുടുംബാംഗങ്ങൾ, എഡ്വിൻ മാഷിൻ്റെ കുടുംബാംഗങ്ങൾ, ഈ ബലിയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കും. കാര്യങ്ങൾ കൂട്ടുക, തെറ്റുകൾ, പാപങ്ങൾ, ബലഹീനതകൾ പൊതുവായി ദൈവസ്ഥലം കർത്താവെ ഞങ്ങൾ കുമ്പസാരം പുതുകുമ്പസാരത്തോടെ ഞങ്ങളുടെ പാപങ്ങൾ മോചിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ചേറ്റു. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷിക്കുന്നു ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ വിന. ആകയാൽ നിത്യനെയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തി. ലോകത്തിൻ പാപനിബന്ധ
ത്രിക ദൈവമഹത്വത്തിൽ. ബലവാനായ ദൈവമേ, നന്മയായ സകലതും അങ്ങയുടേതാകുന്നുവല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് നാമത്തോടുള്ള സ്നേഹം നിറയ്ക്കണമേ. ആധ്യാത്മികമായ വളർച്ചയാൽ നല്ലവയെല്ലാം ഞങ്ങളിൽ പരിപോഷിപ്പിക്കുവാനും പരിപോഷിപ്പിച്ചവ ജാഗ്രതയോടുകൂടെ പാവനമായി കാത്തു പരിപാലിക്കുവാനും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യം എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ. ആണ്ടുവട്ടത്തിലെ 22-ാം ഞായർ. ഒന്നാം വായന ജെറമിയാസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന്. അധ്യായം 20, 7 മുതൽ 9 വരെയുള്ള തിരുവചനം. കർത്താവേ, അങ്ങ് എന്നെ വഞ്ചിച്ചിരിക്കുന്നു. ഞാൻ വഞ്ചിതനായി. അങ്ങ് എന്നേക്കാൾ ശക്തനാണ്. അങ്ങ് വിജയിച്ചിരിക്കുന്നു. ദിവസം മുഴുവൻ ഞാൻ പരിഹാസപാത്രമായി. എല്ലാവരും എന്നെ അപഹസിക്കുന്നു. വായ് തുറക്കുമ്പോഴൊക്കെ അക്രമം, നാശം എന്നാണ് ഞാൻ വിളിച്ചു പറയുന്നത്. കർത്താവിൻ്റെ വചനം എനിക്ക് ഇടവിടാത്ത നിന്ദനത്തിനും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. അവിടുത്തെ പറ്റി ഞാൻ ചിന്തിക്കുകയില്ല. അവിടുത്തെ നാമത്തിൽ മേലിൽ ഞാൻ സംസാരിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എൻ്റെ അസ്ഥികൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതിനെ അടക്കാൻ ശ്രമിച്ചു. ഞാൻ തളർന്നു. എനിക്ക് സാധിക്കുന്നില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. ദൈവമേ, ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. ദൈവമേ, ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ അധരങ്ങൾ അങ്ങേക്ക് ആനന്ദഗാനം ആലപിക്കും. ദൈവമേ, ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. അവിടുന്ന് എൻ്റെ സഹായമാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലത്തുകൈ
എന്നെ താങ്ങി നിർത്തുന്നു. ദൈവമേ, ദൈവമേ, എൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. അങ്ങേക്കായി ദാഹിക്കുന്നു. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 12-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള തിരുവചനങ്ങൾ. സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നമ്മെ വിളിച്ചിരിക്കുന്നതെന്നറിയാൻ നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. എൻ്റെ ആത്മാവോടുകൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലെ വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമസ്ഥരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതങ്ങിലേക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എൻ്റെ മുമ്പിൽ നിന്ന് പോകും. നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. യേശു ശിഷ്യന്മാരോട് ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് അനുഗമിക്കണം. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് വേണ്ടി എന്ത് കൊടുക്കും? മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ താൻ ദൈവദൂതനടുത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും തങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. എല്ലാവരും ഇരിക്കാം. ഈശോയിലും പരിശുദ്ധ അമ്മയിലും വിശുദ്ധ ഔസേപിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, ആണ്ടുവട്ടത്തിലെ 22-ാം ഞായറാഴ്ചയിൽ എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുകയാണ്. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ വായന ജെറമിയ പ്രവാചക പുസ്തകം 20-ാം അധ്യായം. ജെറമിയ ദൈവത്തോട് സങ്കടപ്പെട്ട് പറയുകയാണ്, കരഞ്ഞു പറയാം, ദൈവമേ, അങ്ങനെ വഞ്ചിച്ചില്ലേ, അങ്ങനെ ചതിച്ചില്ലേ? കാരണം ജെറമിയ 1-ാം അധ്യായം 3-ാം വാക്യം, ജെറമിയ, നീ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചപ്പോൾ ഞാൻ നിന്നെ അറിഞ്ഞു, നിന്നെ പേരിൽ വിളിച്ചു. നീ എല്ലാ ജനങ്ങളെയും നയിക്കുവാൻ വേണ്ടി പോകണം. ഞാൻ പറയുന്ന സുവിശേഷം നീ അറിയിക്കണം. ഇടിച്ചു തകർക്കുക, പണിതുയർത്തുക, വലിയ ദൗത്യവാദിനെ ഏൽപ്പിക്കുക. ഇപ്പം ജെറമിയ കിടക്കുന്നത് പൊട്ടക്കിണറ്റില്ല.
പൊട്ടക്കിണറ്റിൽ കിടക്കുക ജെറമിയ. അവിടെ കിടന്നുകൊണ്ട് കർത്താവേ, നീ എന്നെ ചതിച്ചില്ലേ, നീ എന്നെ വഞ്ചിച്ചില്ലേ, നീ വിജയിക്കുമെന്ന് എനിക്കറിയാം. കാരണം ജനങ്ങളൊക്കെ എന്നെ കല്ലെറിയുന്നു, അവരെനിക്കെതിരെ പരദോഷം പറയുന്നു, അവരെന്നെ കൊല്ലുവാൻ കെണിവെച്ചിരിക്കുന്ന ദൈവമേ. എങ്കിലും ദൈവമേ, എൻ്റെ അസ്ഥിയുടെ ഉള്ളിൽ അങ്ങനെ വചനത്തിൻ്റെ അഗ്നി ജ്വലിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിലും അങ്ങയുടെ വചനത്തെ ഞാൻ പ്രഘോഷിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു പ്രവാചകന് അനുഭവപ്പെടുന്ന സങ്കടവും ദുഃഖവും ഏകാന്തതയും എല്ലാ ജനങ്ങളും ഉപേക്ഷിച്ചു, ദൈവം പോലും ഉപേക്ഷിച്ചു. ഇനി ആരുമില്ല, തന്നെ കൊല്ലാൻ ശത്രുക്കൾ നിൽക്കും. ഈ അവസ്ഥ നമുക്ക് വരാം, നമ്മുടെ ജീവിതത്തിൽ വരാം. എല്ലാവരും ദൈവം പോലും കൈവിട്ടോ, വീട്ടുകാർ കൈവിട്ടോ, പ്രിയപ്പെട്ടവർ കൈവിട്ടോ, അധികാരികൾ കൈവിട്ടോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഏകാന്തതയിൽ ദൈവം ജെറമിയായോട് പറയുന്നു, എനിക്ക് നിന്നോട് സ്നേഹമനന്തമാണ്. വിശ്വസജനം ആരെല്ലാം മറന്നാൽ ഞാൻ മറക്കില്ല. ജെറമിയായ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറ്റി രക്ഷിക്കുന്നത്. അപ്പം പ്രിയമുള്ളവരെ, സകലങ്ങൾ കൂടപ്പിറപ്പാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ വായന സുന്ദരമാണ്. പൗലോസ് ശ്ലീഹ പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ദൈവത്തിന് പ്രീതികരമായ വലിയൊരു ആത്മീയ വിശുദ്ധിയോടെ നിങ്ങൾ ശരീരത്തെ കാത്തു പരിപാലിക്കണം. ദൈവത്തിന് ആലയമായി, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന് വസിക്കാനുള്ള ആലയമാണ്. ഇത് പരിശുദ്ധമായി വിശുദ്ധമായി കാക്കണം, ദൈവത്തിന് സംപ്രീതിജനകമായി ജീവിക്കണം. അപ്പം നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ആത്മാവും തമ്മിൽ യുദ്ധമാണ്. അതായത് ആത്മാവ് ഇങ്ങനെ എല്ലാ ദിവസവും വിശുദ്ധിയിലേക്ക്, നന്മയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് നയിക്കണം. അപ്പം നമ്മുടെ ശരീരം ലൗകികമായ ആഗ്രഹങ്ങൾ, ശരീരത്തിലെ ആഗ്രഹവുമായി നമ്മെ കീഴ്പ്പെടുത്തുന്നുണ്ട്. നമ്മളെപ്പോഴും ഈ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ വിജയിക്കുന്ന ആത്മീയ തലങ്ങളിലേക്ക് ഉയരണമെന്ന് പൗലോസ് ശ്ലീഹ പറയുന്നു. എങ്കിലാണ് സഹനങ്ങളെ ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ, ദുഃഖങ്ങളെ ഏറ്റെടുക്കുക. ഇത് ഈശോ കർത്താവ് സുവിശേഷത്തിൽ പത്രോസ് ശ്ലീഹായോടും എല്ലാവരും പറഞ്ഞല്ലോ, ഇതാ ഞാൻ ജെറുസലേമിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. ജെറുസലേം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ കൊല്ലുന്നിടമെന്നാണ്. ഈശോ ജെറുസലേമിൻ്റെ അടുത്ത് കാൽവരിയെ കുരിശിലാണ് ഈശോ കുരിശ് മരിക്കുന്നത്. ജെറുസലേം അവിടെ വെച്ചാണ് ഈശോയെ വിധിക്കുന്നത്, കുറ്റങ്ങൾ ആരോപിക്കുന്നത്, ഈശോയ്ക്ക് കെണികൾ പറയുന്നത്. എല്ലാ കാര്യങ്ങളും പ്രധാന പുരോഹിതന്മാരും നിയമസ്ഥരും എല്ലാവരും ഈശോയെ വധിക്കാനുള്ള ഗൂഢാലോചന ജെറുസലേമിൽ വെച്ചാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, സകലത്തിലേക്ക് പ്രയാസത്തിലേക്ക് ഈശോ പോകാനൊരുങ്ങുമ്പോൾ പത്രോസ് ശ്ലീഹ സ്നേഹത്തോടെ വന്നൊരു കർത്താവേ കനിയണമേ, ഇതൊന്നും അങ്ങേക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഈശോ എന്താ പറയുന്നത്? നമുക്ക് സകലം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, നമുക്ക് പ്രയാസങ്ങൾ എല്ലാവരും തള്ളി പറയുമ്പോൾ എല്ലാവരും പറയും എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടു, ഈ പ്രശ്നങ്ങളിലാകെ ഓടി രക്ഷപ്പെടാണ്. ഈശോ എന്താ പറയുന്നത്? പത്രോസ് ശ്ലീഹയോട്, സാത്താനെ നീ പുറകിൽ പോ. അതായത് മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈശോ മരുഭൂമിയിലേക്ക് വരുമ്പോൾ, വിശന്ന് വരുമ്പോൾ സാത്താൻ പറയുന്നു, കല്ലുകളോട് അപ്പമാകാൻ പറ ദൈവപുത്ര. ഈശോ എന്ന് പറയുന്നത്, സാത്താനെ നീ നിന്റെ പുറകെ പോ, നീ വല്ലോടത്തും പോകുന്ന പറയുന്നത്. അപ്പം നമ്മൾക്ക് രക്ഷാകര രഹസ്യം, നമ്മുടെ നന്മകൾ, കടമകൾ, ഉത്തരവാദിത്തങ്ങൾ ഇത് നിർവഹിക്കുവാൻ വേണ്ടി വലിയ ത്യാഗമുണ്ട്, പ്രയാസമുണ്ട്, സങ്കടമുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ ഇത് ചെയ്യാൻ തടസ്സമായി നിൽക്കുന്നെങ്കിൽ അവരെയൊക്കെ തുടച്ചു മാറ്റണം. പത്രോസ് ശ്ലീഹ പുറകിലേക്ക് പോകാൻ പറയുന്നത്, ഫ്രണ്ടിലേക്കല്ല. ഫ്രണ്ടിൽ, ഈശോയുടെ ഫ്രണ്ടിലെ ആർക്കും നിൽക്കാൻ യോഗ്യതയില്ല. കാരണം ഈശോയാണ് ഫ്രണ്ടിൽ നിന്ന് കുരിശെടുത്ത് പീഡനങ്ങളും സഹനങ്ങളും കുരിശ് മരണം കാണുന്നത്. ഈശോയുടെ പുറകിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കുരിശെടുക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ സഹനങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വരാം, എന്തും വരാം. പക്ഷെ ഇതിനെല്ലാം വലിയ അർത്ഥമുണ്ട്. അപ്പച്ചനും അമ്മച്ചയൊക്കെ എന്തിനു വേണ്ടിയാണ് ഇത്രയും വലിയ ത്യാഗം ചെയ്യുന്നത്? മക്കളെ വളർത്തുന്നു, അവരെ പഠിപ്പിക്കുന്നു, അവർക്ക് ജോലി, അവരുടെ കല്യാണം, അത് കഴിഞ്ഞുള്ള എല്ലാ സഹായങ്ങളും വീട് വെച്ചൊക്കെ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മക്കൾക്ക് സർവ്വ ഐശ്വര്യമുണ്ടാകാൻ വേണ്ടി അവർ ത്യാഗം ചെയ്യുന്നു. ഈ ത്യാഗം ചെയ്യുന്നതിലൂടെ മക്കൾ വലിയ അനുഗ്രഹമായി മാറും. മാതാപിതാക്കളെ മക്കൾ നോക്കുമ്പോഴും ഒരു മകൻ ഇന്നലെ പറഞ്ഞാണ്, എൻ്റെ അപ്പച്ചന് 84 വയസ്സുണ്ട് അച്ഛൻ. അപ്പച്ചനെ ശാരീരികമായ അസ്വസ്ഥതകൾ, ഓർമ്മക്കുറവുകളൊക്കെയുണ്ട്. അപ്പച്ചന് പലപ്പോഴും ഞങ്ങൾ ചോദിക്കും, ഞാനിപ്പോൾ എവിടെ കിടന്നുറങ്ങണത്, ഞാൻ എവിടെയാണ്? മക്കളൊക്കെ അപ്പച്ചനോട് പറയും, അപ്പച്ചൻ വീട്ടിലാണ്. അപ്പച്ചൻ വീട്ടിൽ സ്വസ്ഥമായ അങ്ങനെ അപ്പച്ചൻ ശാന്തം. പ്രിയമുള്ളവർക്ക് ഈ 84 വയസ്സ് വരെ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, അവരെ മക്കളും കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് കുരിശ് വഹിച്ച ഒരു വലിയ അപ്പച്ചൻ. ഇതുപോലെ ഒത്തിരി അമ്മമാരുമുണ്ട് ത്യാഗങ്ങൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ സഹനങ്ങളും കുരിശുകളൊന്നും തള്ളിക്കളയാൻ പാടില്ല. എന്ത് പ്രയാസം വന്നാലും, എന്ത് ബുദ്ധിമുട്ട്, ആരെല്ലാം കുറ്റപ്പെടുത്തിയാലും കർത്താവിൻ്റെ നാമത്തിൽ ക്രിസ്ത്യാനികൾക്ക് നൽകിയിരിക്കുന്ന ഒന്നേ ഉള്ളൂ, കുരിശാണ്. കത്തോലിക്ക സഭയെന്ന് പറയുന്നത് സഹനമാണ്, പ്രയാസം. ഈശോ ആ കുരിശിലെ കാണുന്നത്, ഈശോ സഹനമല്ലേ കാണുന്നത്. അതെല്ലാം അതിജീവിച്ചപ്പോഴല്ലോ കത്തോലിക്ക സഭ ഇങ്ങനെ പടർന്ന് പന്തലിച്ചത്.
അതുകൊണ്ട് നമ്മൾ പടർന്ന് പന്തലിക്കണോ സഹനങ്ങളിലൂടെ, കുരിശുകളിലൂടെ മഹത്വത്തിലേക്ക് കടന്നു വേണം. അതുകൊണ്ട് ഈശോ ഇങ്ങനെ റോമിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. പത്രോസ്ലീഹ റോമിൽ നിന്നും പീഡനങ്ങൾ, നീറോ ചക്രവർത്തി മനുഷ്യരെ പച്ചയായിട്ട് കുരിശിലിങ്ങനെ പച്ചയായിട്ട് ആണിയത്തറച്ച് പെട്രോൾ വെച്ച് കത്തിക്കുന്നു. ഇതെല്ലാം കണ്ട് പിന്നെ കുറേ ജനങ്ങളെ സിംഹങ്ങൾക്കും പുലികൾക്കും കുഞ്ഞുങ്ങളെയും അമ്മയെയും ഭർത്താവിനെയൊക്കെ ഇട്ടുകൊടുക്കുന്നു നീറോ ചക്രവർത്തി. പ്രിയമുള്ളവരെ, ഇങ്ങനെ പീഡിപ്പിച്ച് ഇങ്ങനെ നീറോ ചക്രവർത്തി കൊല്ലുമ്പോൾ ക്രിസ്ത്യാനികൾ പത്രോസ്ലീഹയെ അങ്ങ് ഇവിടുന്ന് പോയിക്കോ, ഞങ്ങൾ ചത്താലും അങ്ങ് സഭയെ നയിക്കണ്ടേ. ഇപ്പൊ പത്രോസ്ലീഹ ഓടുകയാണ്. ഓടുമ്പോൾ ഇതാ കർത്താവ് ആസ്മേൻ കൊന്നിരുന്നു, റോമിലെ ആസ്മേൻ കൊന്നിരുന്നത് ആ കുരിശ് വഹിച്ചുകൊണ്ട് പത്രോസ്ലീഹയുടെ വരുന്നത്. പത്രോസ്ലീഹ ചോദിക്കുന്നു, ഗോവാദിയസ് ഡോമിനെ, കർത്താവ് അങ്ങ് ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ ഈശോ പറയാണ്, എൻ്റെ ജനങ്ങളിതാ അവർ മരിക്കുന്നു എനിക്ക് വേണ്ടി, കുരിശിലും പെട്രോൾ ഒഴിച്ച് അവർ കത്തിക്കുന്നതിനെ സിംഹങ്ങൾക്കും പുലികൾക്കും എല്ലാം വിട്ടുകൊടുക്കുന്നു. അവരോടൊപ്പം മരിക്കാൻ, കുരിശ് വഹിക്കാൻ ഞാൻ പോകും. അപ്പോൾ ഈശോ പത്രോസിനോട് ചോദിച്ചു, ഗോവാദിയസ് പത്രോസ് നീ എങ്ങോട്ട് പോകുന്നു? പത്രോസ് കർത്താവിന്റെ കാലിൽ വീണ് കരഞ്ഞുകൊണ്ട് വീണ്ടും റോമിലേക്ക് പോയി. റോമിലെ ഇന്ന് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്ക ചെന്നാൽ പത്രോസ്ലീഹ മരിച്ചു കിടക്കുന്നിടത്ത് കുരിശുയർത്തി കർത്താവിന്റെ അൾത്താരം പറഞ്ഞു. ആ കുരിശിൽ പത്രോസ്ലീഹ തലകീഴായിട്ടാണ്. പത്രോസ് പറഞ്ഞു, എനിക്ക് കർത്താവിനെ പോലെ നേരെ കിടന്ന് മരിക്കാനുള്ള യോഗ്യതയില്ല, അതോടെ കുരിശിൽ തലകീഴായിട്ട് മരിച്ചു. പ്രിയമുള്ളവരെ, കത്തോലിക്ക സഭ എന്ന് പറയുന്നത് സഹനമാണ്, പീഡകളാണ്, പ്രയാസങ്ങളാണ്, ദുഃഖങ്ങളാണ്. ആരെല്ലാം കുറ്റങ്ങൾ പറയുമ്പോൾ ആരോളം സഹിക്കുവാൻ ഏറ്റവും നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അതെല്ലാം ഏൽക്കുക. നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് മക്കൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ സഹിക്കുന്ന, ത്യാഗം ചെയ്യുന്ന വലിയ മനസ്സാണ്. അപ്പം അത് എത്രത്തോളം അവർക്ക് വേണ്ടി കുരിശ് വഹിക്കുന്നു, ത്യാഗം ഏറ്റെടുക്കുന്നു, ദൈവാനുഗ്രഹം ഉണ്ടാകും. ആ ഒരു കൃപയ്ക്കായി നമ്മുടെ ഈ കോവിഡ് കാലഘട്ടത്തിൽ, ഈ കൊറോണ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം പ്രയാസങ്ങൾ വരാം, സാമ്പത്തിക ബുദ്ധിമുട്ട് വരാം, ജോലിയില്ലാത്ത അവസ്ഥ വരാം, അല്ലെങ്കിൽ പ്രയാസങ്ങളും ആരെയും ബന്ധുക്കളോ സുഹൃത്തുക്കളോ അടുത്തൊക്കെ പോകാൻ സാധിക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ പുഞ്ചിരിയോടെ സ്നേഹത്തോടെയൊക്കെ ഇവരെ സഹായിക്കാൻ സാധിക്കും. ഈ സമയത്തും കുരിശ് വഹിക്കുന്നവരാണ് പ്രിയമുള്ളവരെ അനുഗ്രഹിക്കപ്പെടുക. നമുക്ക് ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് കരങ്ങൾ കൂപ്പി എന്ന് പ്രാർത്ഥിക്കാൻ. ദൈവമേ, അങ്ങ് നൽകുന്ന എല്ലാ കുരിശുകളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഏറ്റവും സ്നേഹത്തോടെ ഏറ്റെടുത്ത് ഭംഗിയായി ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ആമേൻ. നമുക്ക് ഒരുമിച്ച് എല്ലാവരും എഴുന്നേറ്റ് വിശ്വാസ പ്രമാണം ഏറ്റുമെല്ലാം ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാത്തിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകതാവും ജാതനായ ഏകദൈവത്തിൽ എല്ലാ യുഗങ്ങൾക്കും പിതാവ് ജനിച്ചനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവം, പ്രകാശം, സത്യദൈവത്തിലുള്ള സത്യദൈവം, ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവായ സത്യദൈവമായ അവിടുന്ന് വഴിയായി സ്ഥലം സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരാണ് നമുക്ക് വേണ്ടി, നമ്മുടെ ഈശോയ്ക്ക് വേണ്ടി അവൾ സ്വർഗത്തിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാവസ്ഥയെ സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പാദസ്മില്ലാത്ത കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡ സഹിച്ച് മനുഷ്യയാണ് അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലത്ത് വാർത്തിരിക്കുകയും ചെയ്യും. ജീവിക്കുന്നവരെ മനുഷ്യനെ വിധിക്കുവാൻ അവിടെ മഹത്വത്തിലേക്ക് വീണ്ടും വരും. ആ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവനാഥ് പിതാവിനും പുത്രനും പുറപ്പെടുന്നവരും പിതാവിനും പുത്രനൊപ്പം ആരാധിക്കപ്പെടുന്ന സ്തുതിക്കപ്പെടുന്നവരും പ്രവാചകമായി സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സർവ്വത്രയും അപസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാവങ്ങളിനായ ഏകജനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മനുഷ്യരുടെ വരാനിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ എല്ലാ ആവശ്യവും സമർപ്പിച്ച് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഏറ്റുമില്ല. കാരണമായ കർത്താവെ, റോമായിലെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, എല്ലാ മെത്രാന്മാർ, നമ്മുടെ അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത ജോസഫ് കളത്തുപറമ്പിൽ പിതാവിന് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യാസിനികൾ, അൽമാർ ഉൾപ്പെടെ സഭയെ സ്നേഹത്താലും കാത്തുകൊള്ളണമെന്ന് നമുക്ക് കർത്താവിന് പ്രാർത്ഥിക്കാം. എല്ലാ ജനങ്ങളും സ്നേഹവും സന്തോഷവും വാത്സല്യവും സമാധാനവും ഐശ്വര്യവും എല്ലാ വരദാനങ്ങളാലും അറിയുവാൻ വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ജനങ്ങളെ നയിക്കുന്ന എല്ലാ നേതാക്കന്മാരും വിശുദ്ധിയിലും നന്മയിലും നീതിയിലും അഴിമതിയോ കളങ്കവുമില്ലാതെ ജനങ്ങൾ നയിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് കർത്താവ് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ, സഹനങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ അതെല്ലാം ഏറ്റെടുത്ത് കർത്താവിനെ കുരിശിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനുള്ള ശക്തി നൽകണമേ എന്ന് നമുക്ക് കർത്താവ് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലും
ഈ ലോകത്ത് മരിച്ചു എല്ലാവരെയും സ്വർഗ്ഗസ്ഥലെ സ്വീകരിക്കണമെന്ന് നമുക്ക് കർത്താവെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം അവരുമായി നമ്മുടെ ആവശ്യം സമർപ്പിച്ച് കാര്യങ്ങൾ തൂക്കി പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ജീവന്റെ മനുഷ്യനുമായി ഈ അപ്പം ഞങ്ങൾ സ്വീകരിക്കാൻ സമർപ്പിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ കർത്താവേ, ഈ ബലിയർപ്പണം ഞങ്ങൾക്ക് എപ്പോഴും രക്ഷയുടെ അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. അങ്ങനെ ദിവരഹസ്യങ്ങളാൽ അനുഷ്ഠിക്കുന്ന ഞങ്ങൾ അങ്ങേ ശക്തിയാൽ അനുഗ്രഹിക്കപ്പെടണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. നിങ്ങളോടുകൂടെ ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവശക്തനായ കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, എങ്ങുമെന്നേരവും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാകുന്നു. അളവില്ലാത്ത മഹത്വം അങ്ങേക്ക് മാത്രമുള്ളതാകുന്നുവല്ലോ. അങ്ങനെ അങ്ങേ ദൈവികതയിൽ മർത്യരായ ഞങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കുന്നുവല്ലോ. മാത്രമല്ല, ഞങ്ങളുടെ മർത്യതയ്ക്ക് പ്രതിവിധിയായി നൽകുകയും അങ്ങ് നാശത്തിന് വിധിച്ച എല്ലാവരെയും ഏതു വഴിയാണ് അവർ വീട് പോയത് അതേ വഴി നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി രക്ഷയിലേക്ക് അങ്ങ് ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്നവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഞങ്ങളെല്ലാവരും അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവ് തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന.
കുരിശാണ് എല്ലാവർക്കും സ്വർഗം നൽകുന്നത്. എല്ലാ കുരിശിനെയും മാറോട് ചേർത്ത് പിടിക്കും. കുരിശ് തകിച്ചുകൊണ്ട് ഈശോ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ മാലാഖമാർ ചോദിച്ചല്ലോ, ഈശോയെ ഒത്തിരി സഹിച്ചുവല്ലേ, വല്ല ഗുണമുണ്ട് സഹിച്ച്? ഈശോ പറയാണ്, ഭൂമിയിൽ എനിക്ക് 12 ശിഷ്യന്മാരുണ്ട്. അവരെനിക്ക് വേണ്ടി ലോകം മുഴുവനും സുവിശേഷം അറിയിക്കുമെന്ന വലിയ വിശ്വാസം എനിക്കുണ്ട്. നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ അതെല്ലാം ത്യാഗമായി മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തരണം. അവർ ദൈവനാമത്തിൽ നന്മ ചെയ്യും. കരങ്ങൾ കൂപ്പി പരിശുദ്ധിയോടെ ഈശോയുടെ കൃപയ്ക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനായ ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകളങ്ങ് പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് വീടാസകലത്തിൽ സ്വയമേൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ പാവനമാം തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം. ദൈവമേ ആരാധന, ദൈവമേ ആരാധന. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കും എന്റെ രക്തത്തിൽ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തു അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ ഈ എളിയവരും പാപികളുമായ ഞങ്ങളെ അർഹരാക്കി തീർത്തന് നന്ദി പറയുന്നു. ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിലും ചേർന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയെ സഭയെ ഓർക്കണമേ. റോമായിലെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായും എല്ലാ കർദിനാൾമാരും, നമ്മുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ്, മറ്റെല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യാസികൾ, അൽമാരും ഉൾപ്പെടെ സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ കാത്തുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയ ഈ ലോകത്ത് മറുപടി എല്ലാവരെയും സ്വർഗസ്ഥനിൽ അങ്ങ് സ്വീകരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന അറിയാരെയും മറ്റെല്ലാവരെയും വിവാഹ വാർഷിക ആഘോഷം, വിവാഹ ദിനങ്ങൾ ജ്ഞാനസ്ഥാനം സ്വീകരിക്കുന്ന മക്കളെയും അനുഗ്രഹിക്കണം. അങ്ങനെ ഞങ്ങളെല്ലാവരെയും ഈ ബലിയിൽ പങ്കുചേർന്ന മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണം. അങ്ങനെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൽ ആ കന്യയുടെ ഭർത്താവ് സർവത്രിക മധ്യസ്ഥം ഞങ്ങൾ സ്വർഗീയ മധ്യസ്ഥമായ പിതാവ് അപ്പസ്തലങ്ങളത്തോടും എല്ലാ വിശുദ്ധരുമത്ത് ഇതിൽ പങ്കുചേരുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കുന്നു. കരങ്ങൾക്കൊപ്പം ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ,
ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എല്ലാവർക്കും എഴുന്നേറ്റത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരുമിച്ച് സ്വർഗസ്നായ പ്രാർത്ഥന ഏറ്റുമെല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്തിൽ അങ്ങ് രാജ്യം വരണമേ, അങ്ങയെ തിരുമനസ്സ് സ്വർഗത്തിലെയും പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങൾ തെറ്റുകയെന്നോടെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിരുമേൽ രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണമേ. ഈ ദിനങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശ ഞങ്ങൾ യേശുവിനായ യേശുക്രിസ്തുവിനെ ആഗമനം പ്രതീക്ഷിക്കുന്നു. അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചിതരാക്കി എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകും. സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരെ ചെയ്തവർ ഞങ്ങളുടെ പാപങ്ങൾ എന്നെ പിടിയും. അങ്ങേ സഭയുടെ വിശ്വാസം തകർപ്പാണ്. അങ്ങേ തിരുവള്ളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനം ഐക്യവും കൽപ്പിച്ചുകൊള്ളിയാൽ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും നമുക്ക് പരസ്പരം കർത്താവിന്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപം നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ദൈവത്തിൻ കുഞ്ഞാടിത ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ ദിവ്യവിരുന്നിൽ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. കർത്താവായ ഈശോയെ, ഈശോയെ, പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദിവ്യകാരുണ്യമായി അരൂപിയാൽ എഴുന്നള്ളി ഒരിക്കലും അങ്ങിൽ നിന്നും വേർപിരിയുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ആമേൻ. ആമേൻ. ദിവ്യകാരുണ്യമായെൻ്റെ ഉള്ളിൽ വാഴുവാൻ ഈശോനാഥൻ വരുന്നു. ദിവ്യകാരുണ്യമായെൻ്റെ ഉള്ളിൽ വാഴുവാൻ ഈശോനാഥൻ വരുന്നു. എൻ്റെ ഉള്ളൊരു താരം കൂടാക്കി
ഈശോനാഥൻ വരുന്നു. എന്റെയുള്ളൊരു താരം കൂടാക്കി മാറ്റുവാൻ ഈശോനാഥൻ വരുന്നു. എന്റെ ദൈവമേ, എന്റെ നല്ല ദൈവമേ, നീ എന്നുള്ളിൽ വന്നു ചേർന്നാൽ എത്ര ഭാഗ്യമേ. നീ എന്നുള്ളിൽ വന്നു ചേർന്നാൽ എത്ര ഭാഗ്യമേ. സർവശക്തനായ കർത്താവേ, സ്വർഗീയ മേശയുടെ അപ്പത്താൽ സന്തുഷ്ടരായ ഞങ്ങൾ അങ്ങയോട് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. സഹോദരൻ അങ്ങയെ ശുശ്രൂഷ ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ പ്രചോദിപ്പിക്കുമ്പോഴില്ല. സ്നേഹത്തിന്റെ സ്വർഗീയ ബോധനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. നിത്യാപന്യതൻ വന്ദി സർവേശസ്വരവിൻ പാലകൻ നീ, കൈവേല ചെയ്തു നീ വന്യതാത പാരിതൻ നാഥനാഹാരമേകി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധിപനായി നിയോഗിച്ചു. സകല സമ്പത്തുകളുടെയും സംരക്ഷകരുമാക്കി ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകും. വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വളർത്ത പിതാവ് ദൈവജനനിയുടെ വിരക്ത ഭർത്താവായ യേശുപിതാവിനെ കുടുംബങ്ങൾ സംരക്ഷകരും തൊഴിലാളികളെ മാതൃകയും നന്മൻ മധ്യസ്ഥമായി അങ്ങ് തിരുസഭയ്ക്ക് നൽകിയല്ലോ. ഈ വിശുദ്ധന്റെ യോഗ്യത വഴി ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ എന്ന് നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ മാതാവിന്റെ കരങ്ങൾ ഔസേപിതാവിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് അങ്ങേ നവനാൾ പ്രാർത്ഥന ഏറ്റവുമില്ല. ഓ ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപിതാവേ, അങ്ങേൽ അഭയം തേടുന്നവരെ ഒരിക്കലും കൈവിടില്ല ഞങ്ങൾ അറിയുന്നു. ആകയാൽ അങ്ങ് ഞങ്ങളുടെ ശരണവും ആശ്രയവും ആയിരിക്കണമേ. ഞങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആവശ്യങ്ങളും വിശിഷ്യ ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്നു. പ്രത്യേക നന്മകൾ കരങ്ങൾ കോപ്പി കണ്ണുകൾ വെച്ച് ദൈവത്തിന് നമ്മൾ ഈ യോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് വെച്ചുവല്ല. ഈശോയുടെ ഹൃദയത്തിൽ അങ്ങേ നല്ലവമായ ആദ്യസ്ഥ വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. പരിശോധന ചെയ്ത് ദൈവവചനത്തിന്റെ കാവൽക്കാരാ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങേ പ്രാർത്ഥന ദൈവത്തിനു മുമ്പിൽ കാരുണ്യപൂർവ്വം കേൾക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തൊഴിലാളികളുടെ മാതൃകയായ പിതാവേ, എല്ലാവിധ വിപത്തുകളിൽ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണം. ഞങ്ങളുടെ നിരവധി പാപങ്ങൾക്ക് പരിഹാരമായി ചൈതന്യത്തോടെ വേല ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണം. പാലകനായ പിതാവേ, സഭയ്ക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഗോത്രപിതാവായ പിതാവേ, എല്ലാം യേശുവിന് വേണ്ടി എല്ലാം വിശുദ്ധ മറിയത്തിലൂടെ എല്ലാം അങ്ങയെ അനുകരിക്കുന്നതിന് ഇതായിരിക്കട്ടെ ജീവിതത്തിലെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമപൂർണ്ണമാകണം. അങ്ങ് രാജ്യം വരണമേ. അങ്ങയെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഫലമായി തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ അതിനെ പോലെ ഇപ്പോഴും നീക്കുവാമേ. ദൈവത്തിൻ തിരുസുധനെ പോറ്റി വളർത്തിയ താതാ,
പിച്ചുക്കിടാങ്ങൾ ഞങ്ങളനാദരായി കേഴുന്നി കണ്ണീരിൻ താഴ്വരയിൽ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഈശോയുടെ പ്രാർത്ഥനകൾക്ക് സ്വർഗ്ഗസ്ഥനായ പിതാവേ, ലോകരക്ഷകനായ ദൈവമേ, പരിശുദ്ധാത്മാവേ ദൈവമേ, ഏകദൈവസ്വീതമേ, പരിശുദ്ധ മറിയമേ, വിശുദ്ധ പിതാവേ, ദാവീദിന്റെ സന്താനമേ, ഗോത്രവിഭാസമേ, ദൈവത്തിന്റെ ഭർത്താവേ, കന്യകാവരുടെ വിശുദ്ധനാമേ, ദൈവസമർത്ഥിതാവേ, വിശുദ്ധയുടെ ജാഗ്രത സംരക്ഷണം, തിരുവയുടെ തലവനെ, നീതിമാനായ സഭ്യനാമേ, ഇത്രയും വിവേക സഭ്യനാമേ, ഇത്രയും ധീരനായ സഭ്യനാമേ, ഇത്രയും കീഴ്വഴക്കമുള്ള സഭ്യനാമേ, എത്രയും ക്ഷമയുടെ സഭ്യനാമേ, തൊഴിലാളികളെ മാത്രം കുടുംബജീവിത അഭിമാനം, കന്യകരുടെ സംരക്ഷണം, കുടുംബങ്ങളെ ആധാരം, രോഗികളുടെ ആശ്രയം, ആശ്രയ മധ്യസ്ഥം, ദുഷ്ടാരൂപ പരിപാലനം, ലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിന് കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിന് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിന് കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധിപനായി തന്റെ സകല സമ്പത്തുകളുടെയും സംരക്ഷകനുമാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഭർത്താവായി ഹസ്തപിതാവിനെ എടുക്കാൻ തിരുമനസ്സായ ദൈവമേ, ഭൂമിയെ സംരക്ഷകനായി ഞങ്ങൾ വണങ്ങുന്ന വിശുദ്ധൻ സ്വർഗ്ഗദിനങ്ങളെ മധ്യസ്ഥനായിരിക്കും കൃപയുണ്ടായിരിക്കണമേ. ഞങ്ങളെ കർത്താവ് അങ്ങനെ പുത്രമായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുവരണമേ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഉപകാരസമയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ സഹായ കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം. ായ ദൈവമേ, അങ്ങേ പുത്രന്റെ വളർത്തുപിതാവായ അശ്വപിതാവിനെ മാധ്യസ്ഥായിരിക്കണം ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം. ഞങ്ങളെല്ലാവരും ഹൃദയസമാധാനം, സ്വർഗീയ അനുഗ്രഹം, ശാരീരികാരോഗ്യം പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഇത് ജീവിക്കുകയും പാടുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുവേണമേ. കവാടം രക്ഷാകരമോസ്തിയേ, ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. തൃത്വൈക ദൈവത്തിനെന്നും സ്വസ്ത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാം. ഞങ്ങൾക്ക് കൃപ നൽകിടേണം. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യം എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എസെക്കിയേൽ പ്രവാചക പുസ്തകം 36-ാം അധ്യായം. ദൈവമായ കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ ഹൃദയത്തെ പുതിയ സ്നേഹത്താൽ പുതിയ ചൈതന്യത്തെ നടക്കും. ഞാൻ നിനക്ക് പുത്തൻ ദിവസം തരും, പുതിയ ദിനങ്ങൾ തരും. പ്രിയമുള്ള ഈ ദിവസം ദൈവം നൽകിയ അനുഗ്രഹം. ഈ പ്രഭാതത്തിൽ തുടരുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിന്റെ ആലയത്തിലായിരിക്കുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ കുടുംബത്തിൽ എല്ലാ കാര്യവും ചെയ്യാൻ ഈ ദിവസം ഇങ്ങനെ എല്ലാ ദിവസവും ദൈവം നമുക്ക് സുന്ദരമായിട്ട് നൽകുന്ന, എല്ലാം തുറന്നു തരുന്ന, എല്ലാം നൽകുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ. പ്രിയമുള്ളേ, ഈ കുരിശിലേക്ക് നോക്കിയാണ്, കുരിശിൽ മരിച്ച് പീഡകൾ സഹിച്ച് നമുക്ക് വേണ്ടി ഉദ്ധാനം ചെയ്ത ഈശോയാണ് അപ്പമായി തിരുവോസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ ചേർന്ന്, മക്കളോട് ചേർന്ന്, ഭാര്യ ഭർത്താക്കന്മാർ ചേർന്ന്, എല്ലാ സഹോദരന്മാരും ചേർന്ന്, എല്ലാ കുടുംബങ്ങളും ചേർന്ന്, ഈ ലോകം മുഴുവൻ ചേർന്ന് ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, എല്ലാത്തിനും നന്ദി. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ
വസ്തുക്കളെക്കാളും എല്ലാവരെക്കാളും മുകളിലായി അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്ന യേശുവേ കർത്താവേ, പത്രോസിനെ ചോദിച്ചല്ലോ, ഇവരെക്കാൾ അധികമായി സ്നേഹിക്കുന്നു. കർത്താവേ, എല്ലാത്തിനേക്കാളും ഉപരിയായി ഞങ്ങളെ സ്നേഹിക്കുന്നു. ആ ഒരു വിശ്വാസത്തോടെ എല്ലാ വസ്തുക്കളെക്കാളും എല്ലാ ജീവജാലങ്ങളെക്കാളും എല്ലാ മനുഷ്യരെക്കാളും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കാം. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കും. എല്ലാ ബന്ധുക്കാർക്കും ജെറമിയ ഒട്ടക്കടലിലാണ് കിടക്കുന്നതെങ്കിലും അവിടെ എഴുന്നേറ്റ് ജീവനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കർത്താവിന്റെ സന്നിധിക്ക് നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും സമർപ്പിച്ച് ഈശോയെ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ ഞങ്ങൾ എല്ലാവരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ രോഗങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും കഷ്ടപ്പാടുകളെയും എല്ലാം അറിയുന്ന കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ നയിക്കണമേ, ശക്തിപ്പെടണമേ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യം, നേരവും ആരാധനയും സ്തുതിയും പൂർച്ചയുണ്ടായിരിക്കും. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യം, നേരവും ആരാധനയും സ്തുതിയും പൂർച്ചയുണ്ടായിരിക്കും. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യം. നേരവും ആരാധനയും സ്തുതിയും പൂർച്ചയും കരങ്ങൾക്ക് ഉപയോഗിച്ച് പരസ്പര സ്തുതികളെയും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. യേശുവിൻ വളർത്തുതാതനേ, മേരി തൻ വിരക്ത കാന്തനേ, തൃക്കുടുംബനാഥനേ മുതാ, തൃക്കടൽ വണങ്ങി വാഴ്ത്തിടാ. വാനദൂതരൊത്തു ചേർന്നു നിൻ ഗാനമാലപിച്ചിടുന്നിതാ. പാരിതിൻ തവാർത്ത ഭക്തരും പാടിടാം മനോജ്ഞ ഗീതികൾ. യേശുവിൻ വളർത്തുതാതനേ, മേരി തൻ വിരക്ത കാന്തനേ, തൃക്കുടുംബനാഥനേ മുതാ, തൃക്കടൽ വണങ്ങി